ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഉത്രാടത്തിനെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാൻ എല്ലായിടവും ക്ലീൻ ചെയ്തതായിരുന്നു, എന്നാലും ഉത്രാടം ആയതുകൊണ്ട് ഒറ്റ തൂത്ത് തുടക്കുകയും കൂടെ, അപ്പം എല്ലായിടവും ഒന്ന് ചെറുതായിട്ടൊന്ന് തൂത്ത് വിടാൻ പോവാണേ. അപ്പം ബാക്കിയൊന്ന് തുടയ്ക്കുകയും ചെയ്യാം. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ താഴെ എടുത്ത് വെച്ച കൃഷ്ണനായിരുന്നു കേട്ടോ. ഇത് ഒരു സാൻഡാർട്ട് തന്നെയാണ് കേട്ടോ. അത് മേളിലോട്ട് എടുത്ത് വെച്ചു. പിന്നെ ഈ വിളക്കൊക്കെ ഞാൻ നേരത്തെ തേച്ച് വെച്ചതാണ്, എന്നാലും നമ്മൾ 2-3 ദിവസം കത്തിച്ചില്ലേ, ഇനി ഒന്ന് കഴുകിയിട്ട് റെഡിയാക്കി വെക്കാമെന്ന് ഓർത്ത് അതും എടുത്ത് മാറ്റിയേ. പിന്നെ അവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തൂത്ത് വൃത്തിയാക്കി. പൊടിയൊന്നുമില്ല, എന്നാലും ചുമ്മാ ഒന്ന് ഒഴുക്കം തൂക്കലാണ് കേട്ടോ എല്ലാം തൂക്കുന്നത്. ഇവിടെയൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ എപ്പോഴും നിരക്കുന്ന സ്ഥലമല്ലേ ഇതൊക്കെ. അവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ഒന്ന് തുടയ്ക്കുകയും കൂടെ ചെയ്യുവാണേ. അപ്പം പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കണം. കുറേ പണികളുണ്ട്. നന്ദോട്ടിന് TV ഒക്കെ വെച്ച് കൊടുത്ത് അവിടെ ഇരുത്തിയേക്കുവാണേ. അപ്പം ഞാൻ തുടച്ചൊക്കെ കഴിഞ്ഞ് നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ മക്കളെല്ലാവരും കൂടെ വരുമ്പം കുളമാക്കും. എന്നാലും വൈകുന്നേരം ഒന്നുകൂടെ തൂക്കണം. പറ്റുവാണെങ്കിൽ ഒന്ന് തുടയ്ക്കുകയും ചെയ്യണം. ഇപ്പം നാളെ ഓണത്തിന് നമ്മൾ തൂക്കുകയോ തുടയ്ക്കുകയോ ഒന്നും ചെയ്യില്ലല്ലോ. അപ്പം മുറ്റം അടിക്കാമെന്ന് ഓർത്ത് മുറ്റം അടിച്ച് ഇറങ്ങാനേ പറ്റില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് തൂത്തിട്ടതാണേ. മുറ്റം മൊത്തം കുളമായിപ്പോയി, ഭയങ്കരമായിട്ടും കുളമായിപ്പോയി. ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഉച്ചയായപ്പോഴത്തേനും അമ്മയും അച്ഛനൊക്കെ വന്നായിരുന്നു കേട്ടോ. അമ്മയും അച്ഛനും വന്നാൽ പിന്നെ എനിക്ക് ഭയങ്കര സുഖമാണ്. എന്നാന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ടും ഫ്രീ ആകുന്നല്ലോ തോന്നുവേ. അമ്മ എല്ലാത്തിനും കൂടും, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യുകയും ചെയ്യുവേ. നമുക്ക് ഇത്തവണ നമ്മുടെ പച്ചക്കറി അത്യാവശ്യം പറിക്കണമെന്ന് ഓർത്തായിരുന്നു, പക്ഷെ ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ. ഒരു തോരനും ഒക്കെ ഉള്ളതേ ഉള്ളൂ. പിന്നെ കുറച്ച് കിഴങ്ങുണ്ടായിരുന്നു. ഞാൻ കിഴങ്ങ് നട്ട് വെച്ചാൽ എപ്പോഴും ഫ്ലോപ്പാന്ന് ഞാൻ പറയാറില്ലേ. ഇപ്പോഴും ഒത്തിരി ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കുറച്ച് കോവീസ് ഉണ്ടായിരുന്നു. കോവീസ് നമുക്ക് തോരനെടുക്കാം. കിഴങ്ങ് നമുക്ക് എന്തായാലും നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചല്ലേ, സാമ്പാറിനകത്തോ അവിയലിനകത്തൊക്കെ ഇടാന്നൊക്കെ ഓർത്ത് അതും ഇറച്ചെടുത്തിട്ടുണ്ടേ. ഇനി ആ കിഴങ്ങ് അവിടെ നിർത്തിയാൽ ചീഞ്ഞു പോവും. അപ്പം അതും എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നൊക്കെ കുഴിച്ച് വെക്കണം. എനിക്ക് സത്യത്തിൽ ഈ ഒരു ഓണത്തിന് മുഴുവൻ പച്ചക്കറി ഇവിടെ നിന്ന് പറിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഒന്നും ഉണ്ടായില്ല കാര്യമായിട്ട്. പിന്നെ തക്കാളിയൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ എല്ലാം സെറ്റാകുമായിരിക്കും, പക്ഷേ ഓണത്തിന് എടുക്കാൻ പറ്റില്ല. പിന്നെ ബാക്കി ഏട്ടന് വൈകുന്നേരം ആയപ്പോഴത്തേനും പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. ഇനിയിപ്പോൾ നമുക്കിതൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടിരിക്കുകയാണെങ്കിൽ നാളത്തേക്ക് ഒത്തിരി പണി കുറവുണ്ട്. അപ്പം ഞാൻ അവിയലിനും സാമ്പാറിനും ഒക്കെ ഉള്ളത് അരിയുക. തോരനുള്ളത് നാളെ അരിയുന്നുള്ളൂ. കോവീസ് നാളെ അരിഞ്ഞാൽ മതി എന്ന് അമ്മ പറഞ്ഞു. പിന്നെ ബാക്കി കുറേ തേങ്ങയൊക്കെ അരിഞ്ഞു വെച്ചു. ചിരണ്ടിയില്ല കേട്ടോ, ഞാൻ ചിരണ്ടാനിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു കുറേ പൂളി തന്നാൽ മതി, അമ്മ അച്ഛനോടിരുന്ന് അരിഞ്ഞു തരാമെന്ന് പറഞ്ഞ് മൊത്തം പൊട്ടിച്ച് പൂളി എടുത്തു കേട്ടോ. എന്നിട്ടത് അരിഞ്ഞെടുക്കുമായിരുന്നേ. പിന്നെ ഒരു അച്ചാർ ഇട്ടിട്ടുണ്ട്. ഒരു മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ, ഒരു കുഞ്ഞച്ചാർ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ചാറൊക്കെ ഇട്ടു. പിന്നെ ഞാൻ അരിഞ്ഞ പച്ചക്കറിയൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുവാണേ. ചുമ്മാ കവറിൽ കെട്ടിയാണ് വെക്കുന്നത്, വേറെ പാത്രത്തിലൊന്നും അല്ല കേട്ടോ വെക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അരി ഉഴുന്നും കൂടെ അരച്ചെടുത്താൽ നാളത്തേക്ക് കാപ്പിക്കും ആകും. അപ്പോൾ അത് അരി ഉഴുന്നൊക്കെ അരയ്ക്കുവാണേ. അങ്ങനെ അരിയൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞ് ഞാൻ അച്ചാറിട്ട് വെച്ചതും കൂടെ ഒന്ന് എടുത്തു കഴിഞ്ഞിട്ടാണ് നോക്കുമ്പോൾ ആ ഒരു ടിന്നിന് ചെറിയൊരു ചോർച്ച ഉണ്ടായിരുന്നു. ചെറുതായിട്ട് എണ്ണ ഇങ്ങനെ ഊർന്നിറങ്ങുന്നു. പിന്നെ ഞാനൊരു പ്ലേറ്റ് അടിയിൽ വെച്ചിട്ട് അതവിടെ വെച്ച് കേട്ടോ, കുഴപ്പമില്ലായിരിക്കും, നാളെ നമ്മൾ എടുക്കുമല്ലേ. പിന്നെ അച്ചാർ വെച്ച പാത്രത്തിലോട്ട് ഞാൻ ഇച്ചിരി ചോറൊക്കെ ഇട്ട് ഇളക്കി കഴിക്കുവാണേ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പം ഇന്നത്തെ ഉത്രാടപ്പണികൾ ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. ഇനി അടുക്കള ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലായിടും ഒന്ന് തുടച്ച് വെച്ച് വേണം കിടക്കാൻ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും ഓണം അടിപൊളിയായിട്ട് ആഘോഷിക്കണം കേട്ടോ.